ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു. ഇന്ന് ഞാനും അമ്മയും കൂടെ മാമനെ കാണാൻ വേണ്ടി കുഞ്ഞമ്മയുടെ വീട് വരെ പോവാ. അതിനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവിടെ നിന്ന് 2 ബസ് കയറണം. നമുക്ക് ആദ്യം തന്നെ ആലപ്പുഴ ബസ് കിട്ടി. 2 പേർക്കൂടെ 50 രൂപ ആയിട്ടുള്ള ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും പെയ്തു. പിന്നെ നമ്മൾ ആലപ്പുഴ ബസ് സ്റ്റോപ്പിൽ എത്തി. അവിടെയാണെങ്കിൽ നമ്മുടെ പത്തനംതിട്ട വണ്ടി ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് വണ്ടി എടുക്കാൻ താമസിച്ചു. പിന്നെ അവിടെ നിന്ന് ബസ് എടുത്തു തുടങ്ങി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആ വഴിയിലെ കച്ചവടമൊക്കെ കാണാം. നമ്മുടെ ബോട്ട് ജെട്ടിക്ക് ഇപ്പുറത്തെ ഉള്ളത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് 2 പേർക്കുള്ള ടിക്കറ്റ് നമ്മൾ ജോസ്കോയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ എടപ്പോൺ എന്നാ സ്റ്റോപ്പിന് പറയുന്നത്. 2 പേർക്കൂടെ 130 രൂപയാണ് അവിടെ വരെ ആയത്. ഈ സ്ഥലം ഏതാണെന്നറിയാമോ? ഇതാണ് നമ്മുടെ തോട്ടപ്പള്ളി റെയിൽവേ. പിന്നെ നമ്മൾ ഹരിപ്പാട് സ്റ്റാൻഡ് എത്തി. അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല ഉറക്കമായിരുന്നു. പിന്നെ നമ്മൾ കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് മാവേലിക്കര സ്റ്റാൻഡ് എത്തി. ഇവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യാത്രയൊക്കെ പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ തഴക്കരയിൽ എത്തിയപ്പോൾ അവിടെ കുറെ പോലീസ് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ അവരുടെ വണ്ടിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന്. അതായിരുന്നു അവിടെ അത്രയും പേര് നിന്നത്. ഇവിടെ നമ്മൾ ഏകദേശം വെട്ടിയാർ എത്തിയിട്ടുണ്ട്. വെട്ടിയാർ ഇവിടാണ് എന്റെ അമ്മ വീടുള്ളതാണ്. ഞാൻ ഈ സ്റ്റോപ്പ് എടുത്ത്. പിന്നെ നമ്മളത് കണ്ടത് പള്ളിയർക്കാവ് ക്ഷേത്രമാണ്. അവിടെയാണ് നമ്മൾ 10ാമതേ മഹോത്സവം ഒക്കെ ആഘോഷിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയി അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ വെട്ടിയാർ പാലമാണ്. പാലത്തിന്റെ അവിടെ ഉള്ളോട്ട് കയറിയാൽ നമ്മുടെ വെൺമണി ഗ്രാമമാണ്. ശരിക്കും അതാണ് എന്റെ സ്ഥലം, അവിടെയാണ് എന്റെ വീട്. പിന്നെ നമ്മൾ അതൊക്കെ കണ്ട് നേരെ നമ്മൾ എപ്പോൾ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കുറെ നേരം പ്രൈവറ്റ് ബസ് നോക്കി നിന്നായിരുന്നു കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക്. പിന്നെ നമുക്ക് കിട്ടാഞ്ഞോണ്ട് നമ്മൾ ഷെയർ ഇട്ട ഒരു ഓട്ടോ പിടിച്ച് കൊഴവത്തുമുക്കം എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തി. കൊഴവത്തുമുക്കം എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇനിയും കുറെ ദൂരം ഉണ്ടെന്ന് കുഞ്ഞമ്മയുടെ വീട്ടിലെത്താൻ. പിന്നെ നമ്മൾ കുഞ്ഞമ്മയുടെ വീട്ടിലെത്തി. ആന്തനെ ലിച്ച് നമ്മുടെ അടുത്ത് ഓടി വന്നു. അവള് പിന്നെ നമ്മൾ TV ഒക്കെ കാണിച്ചു. പിന്നെ അവിടെ കുമാരിയമ്മൂമ്മ ഉണ്ടായിരുന്നു, അമ്പാടി ഉണ്ടായിരുന്നു, പൃഥ്വി ഉണ്ടായിരുന്നു. പൃഥ്വിയൊക്കെ ജർമ്മനിയിൽ നിന്നാ. മാമനും മാമയൊക്കെ ജർമ്മനിയിലാണ്. അവരിന്ന് തിരിച്ച് പോകുന്ന ദിവസമാണ്. ഒരു എമർജൻസി ആയിട്ട് അവർ തിരിച്ച് ഇവിടെ വന്നതാണ്. പിന്നെ നമ്മൾ കുറെ നേരം അവിടെ സംസാരിച്ചിരുന്ന പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡാണെങ്കിൽ നല്ല ചോറും അവിയലും പപ്പടവും പിന്നെ അവിടെ ചക്ക ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിച്ച് നമ്മൾ റെസ്റ്റ് ആയിട്ട് കുറെ നേരം കിടക്കാൻ പോയി. പിന്നെ അവിടെയാണ് ലിച്ചും വൃത്തിയും കൂടെ ഒരു റെസ്ലിംഗ് ആയിരുന്നു. പിന്നെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും നമുക്ക് ചായ കുടിക്കാനുള്ള സമയം. പിന്നെ അതെല്ലാം കുടിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മാമനും മാമിയും വന്നു. പിന്നെ അടുത്തുള്ള അയൽവക്കക്കാരെല്ലാം വന്നു. അവരെല്ലാം കുറെ സംസാരിച്ചു. പിന്നെ അമ്പാടിയാണെങ്കിൽ പിന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന ധൃതിയിലായിരുന്നു. നമുക്ക് വെയിറ്റ് നോക്കണമല്ലോ. ആദ്യമൊന്നും ശരിയായില്ലായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ പിന്നെ അത് ചാർജ് ഒക്കെ ചെയ്ത് ശരി. പിന്നെ കറക്റ്റ് വെയിറ്റ് ഒക്കെ സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതെല്ലാം പാക്ക് ചെയ്തു. ഇന്ന് രാത്രിയിലാണ് അവര് പോകുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളാണെങ്കിൽ ഇറങ്ങാനുള്ള സമയം. നമ്മൾ ഉച്ചയ്ക്ക് വന്ന പിന്നെ നമുക്ക് വൈകിട്ട് തന്നെ പോകണം. പിറ്റേക്ക് NCC ഉള്ളത് കൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോഴത്തേക്കും കുഞ്ഞമ്മ ജോലി കഴിഞ്ഞ് വന്നായിരുന്നു. ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞിട്ട് നാളത്തെ അത്യാവശ്യം കൊണ്ട് ഞങ്ങൾ പിന്നെ പോന്നു. പിന്നെ അമ്പാടി എന്നെയും അതുപോലെ തന്നെ കുഞ്ഞമ്മ അമ്മയും ഞങ്ങൾ എടപ്പോണ് കൊണ്ടുപോയിട്ടു. പിന്നെ അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. പിന്നെ നമ്മൾ അവിടെ ഹരിപ്പാട് ഇറങ്ങി. അവിടെ നിന്ന് നമ്മൾ ആലപ്പുഴ ഫാസ്റ്റിന് കയറി. കുറെ താമസിച്ച് ആലപ്പുഴ ഫാസ്റ്റ് കിട്ടി. ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ചേർത്തല നിന്ന് നമുക്ക് തൃശ്ശൂർ സൂപ്പർ ഫാസ്റ്റിന് കയറി. ഏതായാലും നമുക്ക് അവർ കണിച്ചുകുളങ്ങര സ്റ്റോപ്പിൽ എത്തിച്ചു തന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് നേരെ വീട്ടിൽ പോയത്. ഇത്രയൊക്കെയാണ് എന്റെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ. ഓക്കെ, ബൈ.